ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇക്ബാലിന്റെ ഷിക്വ ജവാബ് ഷിക്വയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാമ ഇക്ബാൽ പറയുന്നത് കഴിഞ്ഞ സ്റ്റാൻസയുടെ തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞതിന് തിരുത്തുകയാണ്. നമുക്ക് വരികൾ കേൾക്കാം. दर्द लैला भी वही, कैस का पहलू भी वही, नजद के दश्त जबल में रमे आहू भी वही. ഈ സ്റ്റാൻസയിൽ അല്ലാമ ഇക്ബാൽ കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞതിന്റെ ഒന്ന് തിരുത്തുകയാണ്, അതല്ലെങ്കിൽ അതിനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ദർദ ലൈല ബി വഹി, ഈ സ്റ്റാൻസയിൽ മുഴുവനും വലിയ കാൽപ്പനികമായ പ്രേമാധുരമായ വരികളാണ് അല്ലാമ ഇക്ബാൽ പറയുന്നത്. നമുക്കറിയാം ലൈല മജ്നൂൻ എന്ന കഥ അറിയുന്നവർക്കറിയാം, അതിന്റെ പേര് തന്നെ ലൈല മജ്നൂൻ എന്നാണ്, ലൈല വ ഖൈസ് എന്നല്ല. ഖൈസിന്റെ പ്രേമത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു സംഭവത്തെ അല്ലാമ ഇക്ബാൽ ഈ ഷിക്വയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. കാരണം യുവാക്കളെല്ലാം തന്നെ ഇത്തരം പ്രേമവശങ്ങളിലൊക്കെ പോകുമ്പോൾ അതിലൂടെ ഈ ഒരു ചരിത്രം പറയുകയാണ്. നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇവിടെ പറയുന്നത് ലൈലയുടെ വേദനയും ഖൈസിന്റെ മാർഗവും ഇവിടെയുണ്ട്. ഒരുവിധം എല്ലാവർക്കും ആ കഥ അറിയാം. കാരണം ഒരു കാലത്ത് ലോകത്തെ പിടിച്ചുലുക്കിയ ഒരു കഥയാണ് ലൈല മജ്നൂനിന്റെ കഥ. ലൈലയെ പിതാവ് തടഞ്ഞു വെച്ചപ്പോ ഖൈസിന്റെ പ്രണയം മൂത്തുകൊണ്ട് ലൈലയെ കാണാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോ ലൈലയെ ഈ പ്രേമത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഖൈസിൽ നിന്ന് ലൈലയുടെ പിതാവ് മാറ്റി നിർത്തപ്പോ ആകെ ഭ്രാന്തനായിക്കൊണ്ട് മജ്നൂനായിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന ഖൈസ്, അത് ആ ഒരു കഥയാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു സ്റ്റാൻസയിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ പറയുന്നത് ലൈലയുടെ വേദനയും ആ വിരഹത്തിന്റെ വേദന, പ്രേമത്തിന്റെ വേദനയും ഖൈസിന്റെ മാർഗവും ഇവിടെയുണ്ട്. ഇവിടെ ശരിക്കും ഉപമിക്കുന്നത് ഖൈസിന് ലൈലയോടുള്ളതിനേക്കാളും മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിനോട് സ്നേഹമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ മൊയ്തീന് കാഞ്ചനയോടുള്ളതിനേക്കാളും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനോട് പ്രണയമുണ്ട്. ഒരു കമ്പാരിസം, അത്രേ ഉള്ളൂ. അടുത്ത വരിയിൽ പറയുന്നത് നജ്ദ് കെ ദുസ്തോ ജബൽ മേം, ആ നജ്ദിലെ തായ്വാരങ്ങളിൽ, ആ കാടുകളിൽ, ആ വനാന്തരങ്ങളിൽ, ആ ഖൈസ് അലഞ്ഞു തിരിഞ്ഞു നടന്ന ലൈലയെ തേടി, ലൈലയെ കിട്ടാത്തതിലുള്ള മനപ്രയാസം കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ ഒരു തായ്വാരത്തിലുള്ള ആ ഗംഭീരം, അദ്ദേഹത്തിന്റെ ഖൈസിന്റെ രാഗം, അതിന്നും അവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിനോട് വിട്ടുപോകാനുള്ള ഒരു വിമ്മിഷ്ടമുണ്ട്. അവർക്ക് എത്ര എറിഞ്ഞു കളഞ്ഞാലും അവരുടെ ഇസ്ലാമികമായ ബോധം അത് കുടഞ്ഞു കളയാൻ കഴിയില്ല. അത് അവരുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ സ്റ്റാൻസ കേട്ടവർക്കാണ് ഇതിന്റെ ഒന്നുകൂടി മനസ്സിലാവുക. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടേച്ചു പോവുകയാണ്, ഈ ലോകത്തിന്റെ നേതൃത്വം ഇനി മറ്റാരെങ്കിലും ഏറ്റെടുക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മടുത്തു. കാരണം ഞങ്ങളോട് നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവായ്പകളൊന്നും ഞങ്ങളോടില്ല. അതെല്ലാം അവിശ്വാസികളോടും ശത്രുക്കളോടുമാണ്. അവർ ഞങ്ങളെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, ഞങ്ങളുടെ വിശ്വാസത്തെ കളിയാക്കുന്നു എന്നൊക്കെ അല്ലാമ ഇക്ബാൽ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെയൊക്കെ വിട്ടാലും ഇതൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. ലൈലയുടെ വേദന പോലെ, ഖൈസിന്റെ രാഗം പോലെ, ഖൈസിന്റെ മാർഗം പോലെ, അതുപോലെ തന്നെ ഖൈസ് അലഞ്ഞു നടന്ന നജ്ദിന്റെ തൈവാരങ്ങളിലെ ആ കുളമ്പടി ശബ്ദവും ആ മാൻപേടകളുടെ അനുരാഗസുന്ദരമായ സുരരാഗസുതകളും ഒക്കെ ഇവിടെയുണ്ട്. ആ സ്വരരാഗസുതയും ആ സുനഹാനുരാഗവും ആ സൗന്ദര്യവും ആ വശ്യതയും മനോഹാരിതയും ആ ഒരു അംഗലാവണ്യവും ആ ഒരു മനോഹരമായ ശബ്ദ സൗകുമാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. നിന്റെ പ്രവാചകന്റെ സമുദായം തന്നെയാണ്. ആ പ്രവാചകനെ സ്നേഹിക്കുന്ന സ്വന്തം ജീവനേക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ഒക്കെ നിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ആ ഒരു സമുദായം തന്നെയാണിത്. പക്ഷെ അവർ നിരാശരാണ്. അവർ വല്ലാത്ത മനസ്സിൽ പരിഭവമാണ്. കഴിഞ്ഞ സ്റ്റാൻസുകളുടെയൊക്കെ തുടർച്ചയാണ്. ഓരോ വരികളിലും പലതും പറഞ്ഞു, ആ ഒരു സമുദായം വളരെ ഖിന്നതയിലാണ്, ദുഃഖത്തിലാണ്. നിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ നീയും അതിന് ഉത്തരവാദിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോകുമ്പോ അതിന്റെ ഉത്തരവാദി നീ കൂടിയാണ് എന്നൊക്കെ അല്ലാമ ഇക്ബാൽ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് നിന്റെ പ്രവാചകന്റെ അതേ സമുദായം തന്നെയാണ്. ഇത് വിട്ടേച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള അറ്റാച്ച്മെന്റ് അത് അത്രമാത്രം ദൃഢമാണ്. അത്രത്തോളം പൊട്ടൻഷ്യാലിറ്റി ഉള്ള സാർവലൗകികമായ ഒരു മാഗ്നറ്റിക് പവറാണ്. അതായത് ഒരു ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. അതല്ലാമ ഇക്ബാൽ ഉദാഹരണങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞതാണ്. നമുക്ക് അടുത്ത വരികൾ കേൾക്കാം. അവസാനത്തെ രണ്ട് സ്റ്റാൻസയിൽ അള്ളാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ രൂക്ഷമായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. നമുക്കറിയാം ഓരോ സ്റ്റാൻസയിലെയും ആദ്യത്തെ 4 വരി ഒരുപോലെയും അവസാനത്തെ 2 വരി അത് ഒരുപോലെയുമാണ്. അതിനൊക്കെ ഒരു കവിതയിലുള്ള ചില നിയമാവലികളും ഓരോ ഭംഗിയൊക്കെ ഉണ്ടാകും. അത് നമ്മളിവിടെ ടെസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കിയാൽ അറിയാൻ പറ്റും.
അപ്പൊ ഇവിടെ ആദ്യത്തെ 4 വരി കഴിഞ്ഞു. അവസാനത്തെ 2 വരിയിൽ ചോദിക്കുന്നത് എന്നിട്ടും ഞങ്ങളോട് ഇതിന്റെ മാന എന്താണ്, ഞങ്ങളോട് ദേഷ്യം പിടിക്കുന്നതിന്റെ, കോപിക്കുന്നതിന്റെ, ഞങ്ങളോട് അനിഷ്ടം കാണിക്കുന്നതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ മാന എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, സബബ് ക്യാമാണ്, അതിന്റെ കാരണം ഞങ്ങൾക്കൊന്ന് അറിയണം. കാരണം ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞങ്ങളെ ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നത്, ഖിന്നത അനുഭവിപ്പിക്കുന്നത്, നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമുദായത്തെ തിരഞ്ഞു പിടിക്കുന്ന, ലോകതലത്തിലും നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിലൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെയൊക്കെ സമയത്ത് വായിക്കുമ്പോൾ എന്തോ അർത്ഥം വെച്ച വരികളാണ് അല്ലാമ ഇക്ബാൽ പറയുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഈ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രയും അർത്ഥമായിട്ട് അല്ലാമ ഇക്ബാൽ ചോദിക്കുകയാണ്, എന്നിട്ടും ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിന്റെ ആഷിക്കീങ്ങളായ, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ മധുഹ് വാഴ്ത്തുന്ന, നിന്റെ മാധുഹീങ്ങളായിട്ടുള്ള, നിന്നെ സ്തോത്രം ചെയ്യുന്ന, നിന്നെ സുജൂദ് ചെയ്യുന്ന, പ്രണമിക്കുന്ന ആളുകളോട് നിന്റെ ഈ കോപത്തിന്റെ അർത്ഥം എന്താണ്? अपने शायदाओं पे ये चश्मे गजब क्या मानी. അത് വല്ലാത്ത വരികളാണ്. അല്ലാമ ഇക്ബാൽ ഇങ്ങനെ ഓരോ സ്റ്റാൻസയിലും വല്ലാത്ത വികാര നിർഭരമായിട്ട് ഇങ്ങനെ പറയാണ്. നമ്മുടെ നെഞ്ചിൽ തറക്കുന്ന വാക്കുകളാണ്. ഏതായാലും അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റാൻസ് കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.